കേരളത്തിൽ എയിംസ് വരുമെന്ന് പലവട്ടം വാഗ്ദാനം ചെയ്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ബജറ്റിന് ശേഷം മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലാണെന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയയിലെ പരിഹാസം. എയിംസ് വരും മറ്റേ മോനെയെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരെ പൊതുവേദിയിൽ അധിക്ഷേപ പ്രസംഗം നടത്തിയത് അടുത്തിടെയാണ്. എന്നാൽ സുരേഷ് ഗോപിയുടെ എയിംസിനായുള്ള വെല്ലുവിളിയും കരച്ചിലുമൊന്നും കേന്ദ്രം കണ്ട ഭാവം പോലും കാണിച്ചില്ല. ബജറ്റിൽ പാടെ അവഗണനയായിരുന്നു. കേരളം ദീർഘകാലമായി ഉയർത്തുന്ന ആവശ്യങ്ങളായ എയിംസ്, ഹൈസ്പീഡ് റെയിൽവേ, വിഴിഞ്ഞം തുറമുഖത്തിനുള്ള പ്രത്യേക പാക്കേജ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ബജറ്റിൽ ഒരു പരാമർശം പോലും ഉണ്ടായില്ല. കേരളത്തിന് എയിംസ് വേണമെന്ന ആവശ്യം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJP പ്രചാരണത്തിന്റെ ഭാഗമായി തൃശൂർ MPയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി പ്രധാനമായും ഉയർത്തിക്കാട്ടിയത് ഈ വിഷയമായിരുന്നു. കേരളത്തിന് തീർച്ചയായും എയിംസ് ലഭിക്കും, എയിംസ് എന്റെ പോക്കറ്റിലുണ്ട്, എപ്പോൾ വേണമെങ്കിലും നൽകാം തുടങ്ങിയ പ്രസ്താവനകൾ അദ്ദേഹം പലതവണ ആവർത്തിച്ചിരുന്നു. തൃശൂർ അല്ലെങ്കിൽ ആലപ്പുഴയിൽ എയിംസ് വരണമെന്നും തന്റെ വാഗ്ദാനം പാലിക്കാതെ ഇനി വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുന്നിൽ വരില്ലെന്നും കൂടെ അദ്ദേഹം പറഞ്ഞിരുന്നു. തൃശൂരിന്റെ BJP MP സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിന് പോലും ബജറ്റിൽ ഒന്നും ലഭിച്ചിട്ടില്ല. തൃശൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയ വാഗ്ദാനങ്ങൾക്ക് ഈ ബജറ്റ് നാണക്കേടുണ്ടാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിന്റെ ഒട്ടേറെ കാലമായി നിലനിൽക്കുന്ന ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുന്നത് രാഷ്ട്രീയമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. 2026 നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി ഈ അവഗണന BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ശക്തമായ പ്രചാരണ ആയുധമാകുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് ഭരണമുന്നണിയായ LDF വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭം നടത്താൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ ഇത് BJPക്ക് കടുത്ത പ്രതിരോധം തീർക്കുമെന്നാണ് വിലയിരുത്തൽ. ഇടത് സർക്കാർ സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിൽ വന്നാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അതൊരു അപൂർവതയായി മാറും. ഭരിച്ച സർക്കാരിന് തന്നെ വീണ്ടും ഭരണം ഏൽപ്പിക്കുന്ന പതിവ് മലയാളികൾക്ക് പൊതുവെ കുറവാണ്. എന്നിട്ടും 2021 പിണറായി വിജയനെ തന്നെ വോട്ടർമാർ വീണ്ടും തെരഞ്ഞെടുത്ത ചരിത്രമായിരുന്നു. ഇതിനിടെ പുറത്തുവന്ന ഇലക്ഷൻ സർവേ ഫലം പറയുന്നത് പിണറായി സർക്കാർ 3ാം തവണയും തുടർച്ചയായി അധികാരത്തിൽ വന്ന് ചരിത്രം തിരുത്തുമെന്നാണ്. നേരത്തെ പുറത്തുവന്ന NDTVയുടെ സർവേ പറഞ്ഞത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ജനങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നും. പിണറായി വിജയനേക്കാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശന് ജനപിന്തുണ ഉണ്ടെന്നും ആ സർവേയിൽ പറഞ്ഞിരുന്നു. അതേസമയം ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കേരള ലൈവ് ന്യൂ പോൾ സർവേ അനുസരിച്ച് സംസ്ഥാനത്ത് വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരും. നിലവിൽ ഉള്ളതിനേക്കാൾ സീറ്റ് നിലയിൽ LDFന് കുറവുണ്ടായേക്കും. സംസ്ഥാനത്തെ 140 നിയമസഭാ സീറ്റുകളിൽ 83 മുതൽ 95 വരെ സീറ്റ് നേടി ഇടതുപക്ഷം അധികാരം നിലനിർത്തുമെന്നാണ് സർവേ പറയുന്നത്. UDFന് ലഭിക്കുന്നത് പരമാവധി 57 സീറ്റുകൾ വരെ ആയിരിക്കും. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കാതെ പോയ BJPക്ക് ഇത്തവണ പരമാവധി 3 സീറ്റുകൾ എന്നാണ് സർവേ പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിരിക്കുന്നത് പിണറായി വിജയന് തന്നെയാണ്. 31% പേരാണ് മുഖ്യമന്ത്രിയായി പിണറായി തന്നെ തുടരണം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന് പലരും ആഗ്രഹിക്കുന്ന KK ശൈലജയാണ് പിണറായിയുടെ തൊട്ട് പിന്നിലായിട്ടുള്ളത്. 24% പേർ KK ശൈലജ കേരളത്തിന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നു. നിലവിലെ സർക്കാരിന്റെ പ്രകടനം മികച്ചതാണെന്ന് 25% പേരും വളരെ മികച്ചതാണെന്ന് 17% പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. സർക്കാരിന്റെ പ്രവർത്തനം ശരാശരി ആണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് 34% പേരാണ്.